ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയ വീഡിയോ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ചെറിയൊരു യാത്ര ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്ത് നിന്ന് നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉദകമണ്ഡലത്തിലുള്ള ടോയ് ട്രെയിൻ കയറാനുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ചെറിയൊരു ഊട്ടി യാത്രയുടെ കാഴ്ചകളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. കൂടെ സുഹൃത്തുക്കളുണ്ട്. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും സമയം 11:10 പറഞ്ഞിരുന്നത്, പക്ഷേ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മേട്ടുപ്പാളം റെയിൽവേ സ്റ്റേഷനിലൊരു അടിപൊളി ചെറിയൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഡീസൻറ്റ് ഹോട്ടലുണ്ട്. ഇവിടെ നല്ല വടയും ഇഡ്ഡലിയൊക്കെ കിട്ടും കേട്ടോ, നല്ല അടിപൊളി. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ മേട്ടുപ്പാളയത്തും ഉദകമണ്ഡലമാണ് നമ്മുടെ യാത്ര. അതിനിടയിൽ ഒരുപാട് പ്രകൃതി സുന്ദരമായ പ്രകൃതിയുടെ വന്യമായിട്ടുള്ള കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതേ ഇവിടെ സ്റ്റീം എഞ്ചിനും മറ്റൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നീരാവി പറക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവരൊക്കെ നല്ല ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സമയം ഏകദേശം 7:15 നമ്മുടെ ട്രെയിൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മളെ ട്രെയിൻ എടുക്കാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7:15 ട്രെയിൻ എടുക്കുന്നതായിരിക്കും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള 2005 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ട്രെയിനാണ്. ഈ ട്രെയിൻ ഇവിടെ കഴിഞ്ഞാൽ ഒന്ന് ഡാർജിലിങ്ങിലാണുള്ളത്. നീലഗിരി കുന്നുകളുടെ വശ്യതയും അതിൻ്റെ മനോഹാരിതയും വിളിച്ചോതുന്ന നല്ല നല്ല കാഴ്ചകളുള്ള ഒരു അടിപൊളി യാത്ര. അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രകൃതിയുടെ ഊട്ടിയിലെ തണുപ്പൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി യാത്ര ആയിരിക്കും. നിങ്ങൾ വരികയാണെങ്കിൽ നന്നായി ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ക്ലാസ്സിന് വരുന്നതെന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. അതുപോലെ സെക്കൻഡ് ക്ലാസ്സിന് വരുന്ന ചാർജ് 295 പ്ലസ് ഇത്, അതായത് 300 രൂപയാണ് ഇതിൽ വരുന്ന ചാർജ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തിട്ടേ ഉള്ളൂ. നമ്മുടെ 6:52 സമയം. ഒരു 7:15 എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ യാത്ര തുടങ്ങിട്ടോ. അതിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ് നമ്മുടെ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. സമയം 7:11 എടുത്തത്. മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ, ഇവിടുന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കേട്ടോ. അതേ പച്ചക്കൊടി വീശി ഈ സൗണ്ട് കേൾക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബാട്ടോ. ആകെ നമ്മുടെ അപ്പോൾ നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ കല്ലാറെത്തിയപ്പോൾ അവർ ചെറിയ ഇവരെന്തൊക്കെയോ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൽക്കരിയിലുള്ള ഇതിൻ്റെ എന്തൊക്കെയോ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. ചെറിയ തോതിൽ ഗ്രീസും മറ്റും കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഈ ചേട്ടനാണ് ഇതൊക്കെ കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ കല്ലാറിലൊരു 2 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാനും എൻ്റെ ഒരു 6 സുഹൃത്തുക്കളും കൂടി നടത്തുന്ന ഊട്ടിയിലെ മേട്ടുപ്പാളയം ടു ഊട്ടി ഉദകമണ്ഡലം വരെ പോകുന്ന ടോയ് ട്രെയിൻ യാത്രയുടെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ ടോയ് ട്രെയിനിൻ്റെ മുഴുവൻ ചരിത്ര പ്രശ്നങ്ങളും ഈ വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മിസ്സാവാതെ കാണുകയാണെങ്കിൽ വളരെയധികം സന്തോഷം.
നമ്മളെല്ലാവരും ഊട്ടിയിലോട്ട് പോകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയിലോട്ട് പോകാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല തണുത്ത കാലാവസ്ഥയുണ്ടോ, അതൊക്കെ തന്നെയാണ് ഊട്ടിയെ മനോഹരമാക്കുന്നത് കേട്ടോ. കുന്നുകളും മലകളും തേയിലത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ ഒരുക്കി നമ്മളെ സഞ്ചാരികളെ മാടി വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുന്ദര നഗരമാണ് നമ്മുടെ ഊട്ടി കേട്ടോ. പതിനേഴാം നൂറ്റാണ്ടിലാണ് നീലഗിരി മലയോര തീവണ്ടിപ്പാതയുടെ ചരിത്രം ആരംഭിക്കുന്നതെങ്കിലും പിന്നെയും പതിറ്റാണ്ടുകൾ എടുത്തിട്ടാണ് ഇത് യാഥാർത്ഥ്യമാവുന്നത്. മേട്ടുപ്പാളത്തിൽ നിന്നും നീലഗിരിയിലേക്ക് 1984 ഒരു തീവണ്ടിപ്പാത തുടങ്ങേണ്ടതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നത്. നീണ്ട 45 വർഷങ്ങൾക്ക് ശേഷമാണ് സർക്കാരിൻ്റെ നടപടിക്രമങ്ങളും മറ്റും പിന്നിട്ട് ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. ഊട്ടിയിലെത്തുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ എന്നറിയപ്പെടുന്ന മനോഹരമായ പാതയിലൂടെയുള്ള യാത്ര, അതായത് ടോയ് ട്രെയിനിലുള്ള യാത്രയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നിട്ട്. ഇവിടുത്തെ ടോയ് ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വൻ വൈബാണ്. ഇതുപോലെ ഒരുപാട് തുരങ്കങ്ങളുടെയും ഒരുപാട് പാലങ്ങളും കടന്നിട്ടാണ് നമ്മുടെ യാത്ര പോകുന്നത് കേട്ടോ. ആയിരത്തി 1989 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിട്ടോ, യാത്രക്കാർക്കായി തുറന്നു കൊടുക്കും. ആദ്യകാലത്ത് ഇത് കൂനൂർ വരെയാണ് ഈ സർവീസ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് 1908 ഊട്ടി അഥവാ ഉദകമണ്ഡലം വരെ ഇതിൻ്റെ സർവീസ് നീട്ടിട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ സർവീസ് കൂനൂർ വരെ ആയിരുന്നു, പിന്നീട് ഇത് ഊട്ടി വരെ 1908 നീട്ടുകയും ചെയ്തു. 46 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. വ്യത്യസ്തമായിട്ടുള്ള യാത്ര, വളരെ രസകരമായ ഒരു അനുഭവമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ടോയ് ട്രെയിനിനെ സമ്മാനിക്കാൻ പോകുന്നത്. മേട്ടുപാളത്തിൽ നിന്നും ഊട്ടി വരെയുള്ള ട്രെയിൻ യാത്ര ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും. ചെങ്കുത്തായ കുന്നുകൾ കയറിയും പാലങ്ങളും മാർച്ചുകളും പിന്നിട്ടും വേണം ഈ യാത്ര പൂർത്തിയാക്കാൻ. ചെങ്കുത്തായ പാതയിലൂടെ ട്രെയിൻ കയറുന്നതും തുരങ്കങ്ങൾ താണ്ടിപ്പോകുന്നതുമൊക്കെ തികച്ചും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച അതേ സെയിം എൻജിൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ളത് എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ ദിവസേന സർവീസ് നടത്തുന്ന ഏക പർവ്വത റെയിൽവേയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ദിവസേന ഒരു ജോഡി ട്രെയിനുകൾ ഈ റൂട്ടിൽ ഓടുന്നത്. ഇത് മേട്ടുപ്പാളയത്തു നിന്ന് 7:10 പുറപ്പെട്ട് ഊട്ടിയിൽ 12 മണിക്കെത്തും. വൈകിട്ട് 2 ഊട്ടിയിൽ നിന്ന് പുറപ്പെട്ടത് 5:30 മേട്ടുപ്പാളയത്തെത്തും. കൂനൂർ, വെല്ലിംഗ്ടൺ, അറവുകാട്, കേത്തി, ലൗഡേൽ, റാണിമേഡ് എന്നിവയാണ് ഇടയ്ക്കുള്ള സ്റ്റേഷനുകൾ. ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകളൊക്കെ നമ്മൾ IRTCയുടെ സൈറ്റിൽ ബുക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. 2-3 ദിവസം മുന്നെങ്കിലും ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് യാത്ര മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയും. ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് റെയിൽവേൻ്റെ IRTCയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഉദകമണ്ഡലം മേട്ടുപ്പാളയം എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിന് 600 രൂപയും അതുപോലെ സെക്കൻഡ് ക്ലാസ്സിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 300 രൂപയായിരിക്കും. 295 + 5 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അവസാനം നമ്മൾ നമ്മുടെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. ഇനി നമ്മൾ നേരെ എവിടെയെങ്കിലും ഊട്ടിയിൽ എന്തെങ്കിലും 1-2 സ്ഥലം കറങ്ങിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകും. നമ്മൾ നേരെ മേട്ടുപ്പാളയം ടു ഉദകമണ്ഡലം ടു മേട്ടുപ്പാളയം, പിന്നെ മേട്ടുപ്പാളയത്ത് നിന്ന് കോയമ്പത്തൂർ നേരെ നാട്ടിലോട്ട്. അതാണ് ഇനിയുള്ള പ്ലാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ് ട്രെയിനിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കേട്ടോ.